ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സുനന്ദയുടെ വിവാഹം നിശ്ചയിക്കുകയാണ്. അത് സുധീഷ് മുടക്കുന്നുമുണ്ട്. അതിനുശേഷം വീണ്ടും സുനന്ദയ്ക്ക് ഒരു വിവാഹാലോചന വരികയും ഒരു ചെറുപ്പക്കാരൻ്റെ മൊത്ത് ആളുടെ വിവാഹം നിശ്ചയിക്കുകയും കല്യാണം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതറിയുന്ന സുഭാഷിനും സുധീഷിനും ഹാരിഷിനുമൊക്കെ നിധിക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. സുഭാഷിന് സുനന്ദയെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യവും നിധി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അത് പുറമെ കാണിക്കാത്തതാണെന്നും നിധിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ സുനന്ദയ്ക്കും സുഭാഷിനെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ സുനന്ദയുടെ വിവാഹ ദിവസം ഇങ്ങടുത്തെത്തി സുനന്ദ നിധിയെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നാൽ ഞാൻ ഒരിക്കലും പിന്നെ ജീവിച്ചിരിക്കില്ല. സുഭാഷ് ഏട്ടനല്ലാതെ മറ്റൊരാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നീട് ഉറപ്പായും ഞാൻ ജീവിച്ചിരിക്കില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കത്തോടു കൂടിയായിരിക്കും നാളെ ഞാൻ മണ്ഡപത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുനന്ദേ, നീ ഇങ്ങനൊന്നും പറയരുത്. നീ അതിന് സമാധാനമായിട്ടിരിക്കുക. നിനക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. നാളെ അവിടെ വേദിയിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടാനായി സുഭാഷ് ഏട്ടൻ അവിടെ തന്നെ ഉണ്ടാവും. സുനന്ദ അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും നിധി? ഒരിക്കലും എൻ്റെ വീട്ടുകാരെ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. നിധി അന്നേരം സുനന്ദയോട് പറയുന്നുണ്ട്, നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക. അതിനുള്ളൊരു പോംവഴി എന്തായാലും ഉണ്ടാകും. അങ്ങനെ നിധിയും സുധീഷും ഹാരിഷും നികേഷും എല്ലാവരും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി പരസ്പരം എല്ലാവരും ഓരോ പോംവഴികൾ സംസാരിക്കുന്നുണ്ട്. നിധി അപ്പോൾ പറയുന്നുണ്ട്, നാളെ സുനന്ദയുടെ വിവാഹം നടന്നാൽ അവൾ ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അത് നടക്കാൻ പാടില്ല. നാളെ സുഭാഷ് ഏട്ടൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. നമ്മുടെ മുന്നിൽ എത്ര ബോൾഡായിട്ട് ഏട്ടൻ നിൽക്കുന്നുണ്ടെങ്കിലും സുനന്ദയെ മറക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. സുഭാഷ് ഏട്ടന് സുനന്ദയെ എന്തിഷ്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം. സുധീഷ് ചോദിക്കുന്നുണ്ട്, അതിന് ഈ വിവാഹം എങ്ങനെ മുടക്കുമെന്നാ പറയുന്നത്? അഥവാ ഈ വിവാഹം മുടങ്ങിയാലും ഉടനെ തന്നെ അവർ അടുത്ത വിവാഹം നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളും അവർ ചെയ്യും. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതിനുള്ളൊരവസരം കൊടുക്കരുത്. നാളത്തെ വിവാഹം മുടങ്ങുകയും ചെയ്യണം. ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണ ചെറുക്കനെ അങ്ങ് തട്ടിക്കൊണ്ടുപോയാലോ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടേ പറയുന്നേ? ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഇല്ലേ? അപ്പോൾ നിധി പറയുന്നുണ്ട്, നികേഷ് പറയുന്നതിലും കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും വിവാഹ സമയത്ത് കല്യാണ ചെറുക്കൻ മണ്ഡപത്തിൽ എത്തിയില്ലെങ്കിലും ഈ കല്യാണം മുടങ്ങും. ആ സമയത്ത് പകരത്തിന് ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് അവരന്വേഷിക്കുകയും ആ സമയത്ത് സുഭാഷ് ഏട്ടനെ നമുക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാൻ സാധിച്ചെങ്കിലോ? എന്തായാലും കല്യാണച്ചക്കൻ മണ്ഡപത്തിൽ എത്താതിരുന്നാൽ തന്നെ കല്യാണം മുടങ്ങും. ആ സമയത്ത് ഒരിക്കലും അവർ സുഭാഷ് ഏട്ടനെ വരനായിട്ട് സ്വീകരിക്കില്ല. അത് ശരിയാണ്. എന്നാൽ ആ സമയത്ത് സുനന്ദ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നല്ല ബോൾഡായിട്ട് ധൈര്യത്തോടുകൂടി പറയണം, ഞാനും സുഭാഷ് ഏട്ടനും തമ്മിൽ സ്നേഹത്തിലാണെന്നും എന്നെ നിർബന്ധിച്ച് അവർ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതാണെന്നും. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ സുഭാഷ് ഏട്ടന് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാൻ സാധിക്കും. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇതൊക്കെ സുഭാഷ് ഏട്ടൻ്റെ അരികെ പറയുമ്പോൾ ഏട്ടനത് സമ്മതിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്നാൽ ഏട്ടനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ സുഭാഷ് ഏട്ടനെ വിളിച്ച് ഇവരെല്ലാവരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ സുഭാഷ് ഏട്ടന് സുനന്ദയെ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഇതിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഇതിനോട് എതിർക്കുകയാണ്. നിധി സുഭാഷ് ഏട്ടൻ്റെ അരികെ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ട, സുനന്ദയെ വിവാഹം കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വളഞ്ഞ വഴി സ്വീകരിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടുപേരുമല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല നിധി, അവളുടെ അച്ഛനെയും അമ്മയൊന്നും വിഷമിപ്പിച്ചുകൊണ്ട് അവൾ ഒരിക്കലും ഇങ്ങനെ സമ്മതിക്കില്ല. അതുമാത്രമല്ല, അവരൊരിക്കലും ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുകയില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് കാണുമ്പോൾ അവർ സന്തോഷിക്കുകയല്ലേ ചെയ്യുള്ളൂ. കുറച്ച് നാളത്തേക്കിന് മാത്രമേ അവർക്കും ഈ വിഷമമൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഈ പരാതിയും പിണക്കവും ഒക്കെ അങ്ങ് മാറുകയും ചെയ്യും. എന്നിട്ടെന്താ ഏട്ടത്തിയമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നിങ്ങനെ നികേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതിന് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രേമം വേണ്ടേ? അങ്ങനെയൊന്ന് ഞങ്ങൾക്കിടയിലില്ല. എന്നാൽ സുഭാഷ് ഏട്ടനും സുനന്ദയും അങ്ങനല്ല. അവർ പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അവർ പരസ്പരം പ്രണയിക്കുന്നവരാണ്. എന്നാൽ നിധിയും സുധീഷും അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ നിധി തന്നെ പറയുകയാണ്.
ഇതൊക്കെ പറയുമ്പോഴും നിധിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സുധീഷിനോട് ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം ഹാരിഷ് അവൻ്റെ വിശ്വസ്തനായ 2 കൂട്ടുകാരെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ചെറുക്കൻ്റെ വണ്ടി മണ്ഡപത്തിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ഹാരിഷും നികേഷും 2 കൂട്ടുകാരും കൂടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെറുക്കൻ്റെ വണ്ടി വരുമ്പോൾ ആ വണ്ടിയിൽ തടഞ്ഞു നിർത്തി ചെറുക്കൻ്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് വണ്ടിക്കകത്ത് കയറുന്നുണ്ട്. എന്നാൽ ചെറുക്കൻ ഇവരെ കണ്ടിട്ട് യാതൊരു അടയാളവും മനസ്സിലാകാതെ വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്താടാ മച്ചാ, നീ അങ്ങ് മറന്നുപോയോ ഞങ്ങളെ? നിന്റെ കല്യാണമാണെന്ന് ഞങ്ങളെ ഒന്നും അറിയിക്കുക പോലും ചെയ്തില്ല എന്ന് കരുതി ഞങ്ങൾക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നിന്റെ കല്യാണം കൂടാൻ വരും. എന്തായാലും ഡ്രൈവർ ചേട്ടനൊന്ന് ഇറങ്ങിക്ക്, ഇവനെ ഞങ്ങൾ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നോളാം എന്നും പറഞ്ഞ് ഡ്രൈവറെ ഇറക്കി പുറകിലത്തെ വണ്ടിയിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ അവർ വണ്ടി എടുത്തുകൊണ്ട് മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചെറുക്കൻ്റെ പുറകെ വന്ന വണ്ടിക്കാരുടെയൊക്കെ ശ്രദ്ധ മാറിയ സമയത്ത് ഒരു വിജനമായ സ്ഥലത്തേക്ക് ഇവർ വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നുണ്ട്. മാസ്കൊക്കെ വെച്ച് ഇവരാരാണെന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ആ പയ്യൻ അവരെ അവിടെ കെട്ടിയിടുന്നത്. ഈ സമയത്ത് നിധിയും സുഭാഷും മണ്ഡപത്തിലേക്ക് ചെല്ലുന്നുണ്ട്. സുഭാഷിനാണെങ്കിൽ അവൻ്റെ കൈയും കാലുമൊക്കെ ആകെ വിറയ്ക്കുന്നത് പോലെ തോന്നുകയാണ്. നിധി സുഭാഷ് ചേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, എന്തായാലും നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ മണ്ഡപത്തിലേക്ക് വന്നത്. എന്നാലും നിധി, എൻ്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഈ സമയത്ത് ഭാസ്കരനും ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സുനന്ദയെ കാണാനായിട്ട് നിധി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം ലളിത കണ്ട് ചോദിക്കുന്നുണ്ട്, എടി നിനക്കെന്താടി ഇവിടെ കാര്യം? കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടിട്ട് പോകണം, അല്ലാതെ ഇവിടെയൊന്നും ഇങ്ങനെ കറങ്ങി തിരിയേണ്ട കാര്യം നിനക്കില്ല. ഉടനെ നിധി പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ? നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ ഇത് നിങ്ങളുടെ വീടാണെന്ന് തോന്നുമല്ലോ. ഇത് കല്യാണ മണ്ഡപമല്ലേ, ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏതിലെ വേണമെങ്കിലും പോകാം എന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് സുനന്ദയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് സുനന്ദ ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നിധി സുനന്ദയോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നു. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രം മതി. ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നീ പതറരുത്. എല്ലാവരുടെ മുമ്പിൽ ധൈര്യമായിട്ട് നീ പറയണം, ഞാനും സുഭാഷ് ചേട്ടനും തമ്മിൽ സ്നേഹത്തിലാണ്. എന്നെ ഇവിടെയുള്ളവർ നിർബന്ധിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതാണ് എന്ന്. അതുകൊണ്ട് സുഭാഷ് ചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയാൽ മതിയെന്ന് എല്ലാവരുടെ മുന്നിൽ നീ ധൈര്യത്തോടു കൂടി പറയണം. ഇവിടെ നീ പതറിപ്പോയാൽ ഒരിക്കലും നീയും സുഭാഷ് ചേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ഈ സമയത്ത് കല്യാണ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം തന്നെ മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവരെത്തുമ്പോൾ ഇതുവരെയും പയ്യൻ വരാത്തതുകൊണ്ട് അവർ പരസ്പരം പറയുന്നുണ്ട്, അല്ല ഇവനിതെവിടെ പോയി? നമ്മൾക്ക് മുമ്പേ തന്നെ മണ്ഡപത്തിലേക്ക് വന്നതാണല്ലോ അവന്. ഇത്രയും നേരമായിട്ട് അവൻ ഇവിടെ എത്തിയില്ലേ? അങ്ങനെ ചെറുക്കൻ കൂട്ടരെല്ലാവരും തന്നെ പരസ്പരം പയ്യനെ കാണുന്നില്ലാത്തതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാരിഷ് നികേഷ് പറഞ്ഞേൽപ്പിച്ച ഒരു പയ്യൻ ഒരു കത്തുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് അവരുടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കല്യാണച്ചക്കൻ എഴുതിയതാണെന്നും പറഞ്ഞാണ് ഇവൻ അത് അവിടെ കൊണ്ട് കൊടുക്കുന്നത്. അവരത് വായിച്ചു നോക്കുന്നുണ്ട്. എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമാണെന്നും എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ ഞാൻ പോകുവാണെന്നും എന്നെ ആരും അന്വേഷിച്ച് വരണ്ട എന്നൊക്കെയാണ് ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് അറിയുന്ന സുനന്ദയുടെ അച്ഛനും ബന്ധുക്കാരും ഒക്കെ അവരുമായിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മകന് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്തിനാണ് ഈ വിവാഹത്തിന് വന്നത്? എന്തിനാണ് എൻ്റെ മകളെ ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബഹളമാവുന്നുണ്ട്. ഈ സമയത്ത് ഭാസ്കരൻ എല്ലാവരും കേൾക്കെ പറയുകയാണ്, ആരും ഒന്നും വിഷമിക്കേണ്ട, ഈ വിവാഹം നടക്കും. എൻ്റെ മകൻ സുഭാഷിതെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അവൻ സുനന്ദയെ വിവാഹം കഴിച്ചോളും. ഈ സമയത്ത് ലളിതയും വല്യച്ഛനും കൂടെ ഇളകി വരുന്നുണ്ട്. ആർക്ക് കെട്ടിച്ചു കൊടുത്താലും ഒരിക്കലും നിന്റെ മകന് എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കില്ല. ഇനി വിവാഹം കഴിക്കാതെ അവൾ വീട്ടിൽ തന്നെ നിന്നു പോയാലും ശരി, നിങ്ങളുടെ മകന് ഞാൻ എൻ്റെ മകളെ തരില്ല എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് സുനന്ദ ധൈര്യത്തോടുകൂടി പറയുന്നുണ്ട്, അതെ എനിക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമാണ്, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ഈ വിവാഹത്തിന് എനിക്ക് ഒട്ടും സമ്മതമല്ല എന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ച് ഈ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ച് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതെൻ്റെ അച്ഛനും അമ്മയാണ്. ഇനി എന്തായാലും ആർക്കു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല. സുഭാഷേട്ടാ, മുഹൂർത്തത്തിന് സമയമായി വരുന്നു. ഈ താലി എടുത്ത് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ കെട്ട്. ഈ സമയത്ത് തിരുമേനി അവിടെ നിന്ന് പറയുന്നുണ്ട്, മുഹൂർത്തത്തിന് സമയമായെന്ന്. പിന്നെ ഒന്നും തന്നെ ആലോചിക്കാതെ കൈയും കാലും വിറച്ചിട്ടാണെങ്കിലും ആ താലി എടുത്തുകൊണ്ട് വന്ന് സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ കെട്ടുന്നുണ്ട്.
ഇത് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആർത്ത് വിളിക്കുകയാണ് നമ്മുടെ ഭാസ്കരൻ. ഇത് കണ്ട് നമ്മുടെ ലളിതയ്ക്ക് ബോധം പോകുന്നുണ്ട്. തൻ്റെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒട്ടും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സുനന്ദയുടെയും സുഭാഷിൻ്റെയും വിവാഹം കഴിയുകയാണ്. ഈ സമയത്ത് നമ്മുടെ കല്യാണ ചെക്കൻ ഓടിക്കതച്ചങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വല്യച്ഛൻ അവൻ്റെ മുഖം അടിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. നീ എന്താടാ വിചാരിച്ചത്? ഏതോ കണ്ടോളുമാരുടെ കൂടെ ഒളിച്ചോടിപ്പോയിട്ട് എൻ്റെ മകളുടെ ജീവിതം നീ നശിപ്പിക്കുന്നു. അപ്പോൾ ഭാസ്കരനും അങ്ങോട്ട് വന്നിട്ട് മിണ്ടിപ്പോകല്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കടന്നു പോടാ എന്നും പറഞ്ഞ് അയാളെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സുനന്ദയും കൂട്ടി സുഭാഷ് അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ സുനന്ദയെ അനുഗമിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സുനന്ദയും സുഭാഷും നിധിയും കൂടി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവരെ രണ്ടുപേരെയും പുറത്തു നിർത്തി നിധി അകത്തേക്ക് പോയി ആരതി എടുത്തുകൊണ്ട് വന്ന് നിലവിളക്കുമായി വരുന്നുണ്ട്. അങ്ങനെ ആരതി ഒഴിഞ്ഞ് നിലവിളക്കും കൊടുത്ത് സുനന്ദയെ നിധി അകത്തേക്ക് കയറ്റുകയാണ്. ഈ സമയത്ത് ഇത് കണ്ട് ഭാസ്കരൻ മനസ്സിൽ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെങ്കിലും ഈ വീടിൻ്റെ വിളക്കാവണം, അവൾ ഒരിക്കലും അവനെ വിട്ട് പോകരുത് എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം നിധിയുടെ മുഖത്ത് നോക്കി അവൾ പറയുന്നുണ്ട്, നീ വന്നത് മുതൽ ഈ വീട്ടിൽ ഭാഗ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പോകുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്നാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നീയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന്. അതെൻ്റെ ആഗ്രഹമാണ്, നീ അതിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞ് ഭാസ്കരൻ കണ്ണു നിറഞ്ഞ് പോകുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ ഓരോ നിമിഷവും നിധി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.